ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സമയമാണല്ലോ ക്രിസ്മസ് കാലഘട്ടം. ഈ സമയത്ത് ദൈവവചനത്തിൽ കൂടെ ക്രിസ്മസിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ബൈബിളിൽ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു സുവിശേഷത്തിൽ ബേത്ലഹേമിൽ ജനിച്ച യേശുവിനെ കാണുവാനായിട്ട് ഇസ്രയേലിൻ്റെ കിഴക്ക് നിന്ന് ചില വിദ്വാൻമാർ വന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ വിദ്വാൻമാരുടെ ബേത്ലഹേമിലേക്കുള്ള യാത്രയിൽ നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവരുടെ യാത്രയിൽ നിന്ന് 7 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇതിൽ കൂടെ ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കുന്നത് ഈ ക്രിസ്തുമസ് കാലഘട്ടം കൂടുതൽ അർത്ഥവത്തോടുകൂടി ആഘോഷിക്കുന്നതിന് നമ്മളെ സഹായിക്കും. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കാൻ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വിദ്വാൻമാർ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ എന്നാണ് പറയുന്നത്. ഇസ്രയേലിൻ്റെ കിഴക്ക് അന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു ബാബിലോൺ എന്നത്. ഒരുപക്ഷെ അവിടെ നിന്നാണ് ഈ വിദ്വാൻമാർ വന്നതെന്ന് പല ചരിത്രകാരന്മാരും പറയുന്നു. അതിൻ്റെ തെളിവായിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവിടെ ചില വിദ്വാൻമാർ ജീവിച്ചിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവർ ബാബിലോണിൽ വെച്ച് ദാനിയേലിൻ്റെ പുസ്തകം വായിച്ചിരിക്കാം. ഒരു രാജാവ് ലോകം മുഴുവൻ ഭരിക്കും എന്നുള്ള വിവരണം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രം കണ്ടപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ജനിച്ചതെന്നും അതുപോലെ തന്നെ അത് യഹൂദന്മാരുടെ രാജാവെന്നും അവർ മനസ്സിലാക്കി. ഒരുപക്ഷെ അവരുടെ അറിവ് മാത്രമല്ല, ദൈവവും അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് അപ്രകാരം ചിന്തിക്കുവാനായിട്ട് അവർക്കിടയായി തീർന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഈ ഇസ്രയേലിലെ രാജാവിനെ കാണുവാനായിട്ട് അവർ യെരുശലേമിലേക്ക് വരികയാണ്. ഈ വിദ്വാൻമാരുടെ സന്ദർശനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവം തൻ്റെ രക്ഷാപദ്ധതി സകല മനുഷ്യരും അറിയണം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എന്ന് നാം തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ പ്രതീകമായിട്ടാണ് ബാബിലോണിൽ നിന്ന് ചിലരെ യേശുവിൻ്റെ അടുക്കിലേക്ക് ദൈവം കൊണ്ടുവന്നത്. അവരുടെ മതവും ഭാഷയും സംസ്കാരവും വിശ്വാസവും എല്ലാം വ്യത്യസ്തമായിരുന്നു. എങ്കിലും അവർ യേശുവിനെ തേടി വന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഭൂമിയിലെ സകല ജാതികളും നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അബ്രഹാമിൻ്റെ തലമുറയിൽ ജനിക്കേണ്ട യേശുവിനെ കുറിച്ചായിരുന്നു. അവിടെ സകല ജാതികളും എന്നുള്ള പ്രയോഗം നാം ശ്രദ്ധിക്കണം. മാത്രമല്ല, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലല്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെയും ദൈവം ലോകത്തിലെ സകല മനുഷ്യരോടും പറയുന്നത് എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അത് യഹൂദനെന്നോ ക്രിസ്ത്യാനിയെന്നോ എന്നൊന്നുമില്ല. പാപത്തിൽ വീണുപോയ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വഴി അത് യേശുവാണ്. ആ യേശുവിനെക്കുറിച്ച് സകല മനുഷ്യരും അറിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 98-ന്റെ 3 ഇപ്രകാരം പറയുന്നു: ഭൂമിയുടെ അറുതികളൊക്കെയും
നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നുവെന്ന്. ഇവിടെ സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞിരുന്ന അക്കാലത്തെ വിദ്വാൻമാർ പോലും യേശുവിനെ കുറിച്ചറിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കലെത്തി. രണ്ടാമതായിട്ട്, യേശുവിൻ്റെ അടുക്കൽ എത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിലെ തടസ്സങ്ങളെയൊക്കെയും അതിജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ വിദ്വാൻമാർ വളരെ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ എന്നാണ് പറയുന്നത്. മാത്രമല്ല, മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അവരുടെ സ്വന്തം സ്ഥലം ഇസ്രയേൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇസ്രയേലിൻ്റെ കിഴക്ക് അറിയപ്പെട്ടിരുന്ന പട്ടണമായിരുന്നു ബാബിലോൺ എന്നത്. നമ്മൾ അതിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ഇസ്രയേലിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ബാബിലോൺ എന്ന് പറയുന്ന പട്ടണം. അവിടെ നിന്ന് ഇസ്രയേലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ അനേക ദിവസങ്ങൾ സഞ്ചരിക്കണം. മാത്രമല്ല, മരുഭൂമിയും മലകളും വിജനപ്രദേശവും ഒക്കെയും കടന്ന് മാത്രമേ അവർക്ക് യെരുശലേമിൽ എത്തുവാനായിട്ട് കഴിയുള്ളൂ. മാത്രമല്ല, ഇന്നത്തെ പോലെയുള്ള വാഹന സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടം. ഒട്ടകപ്പുറത്ത് അനേക ദിവസങ്ങൾ മഴയും മഞ്ഞും വെയിലും കൊണ്ട് രാത്രിയിലും പകലൊക്കെയും യാത്ര ചെയ്താണ് അവർ യെരുശലേമിലെത്തിയത്. യേശുവിനെ അടുത്തറിയുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടി അവർ വളരെ കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് തടസ്സങ്ങളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. യേശുവിനെ അടുത്തറിയുന്നതിനുള്ള മഹത്വം മനസ്സിലാക്കുന്ന സമയത്ത് അതിന് ഉള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായിട്ടുള്ള കഴിവ് നമുക്ക് ലഭിക്കും. മൂന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മാനുഷിക ബുദ്ധി കയറി വന്നാൽ ചിലപ്പോൾ നമുക്ക് വഴിതെറ്റും. ഇവിടെ നാം വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു ജനിച്ചത് യഹൂദ്യയിലെ ബേത്ലഹേമിലാണ് എന്ന്. അപ്പോൾ യേശു ജനിച്ചത് യഹൂദ്യയിലെ ബേത്ലഹേമിലാണ്. ഈ വിദ്വാൻമാർ അവരുടെ നാട്ടിൽ നിന്ന്, അതായത് ബാബിലോണിൽ നിന്ന് യാത്ര തിരിച്ച് അവർ ഇസ്രയേലിലേക്ക് വന്ന സമയത്ത് അവർക്ക് വഴികാട്ടിയായി നിന്നത് ആകാശത്ത് കണ്ട നക്ഷത്രമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നക്ഷത്രം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു എന്ന്. എന്നാൽ അവർ ബാബിലോണിൽ നിന്ന് ഇസ്രയേലിൽ എത്തിയപ്പോൾ പെട്ടെന്ന് അവർ ചിന്തിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ തീർച്ചയായിട്ടും ഒരു രാജകൊട്ടാരത്തിലായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ യെരുശലേമിലേക്ക് അവർ വന്നു. അവർ യെരുശലേമിൽ വന്നപ്പോൾ പെട്ടെന്ന് അവരുടെ ദൃഷ്ടി നക്ഷത്രത്തിൽ നിന്ന് മാറ്റി, അവരുടെ നോട്ടം നക്ഷത്രത്തിൽ നിന്ന് മാറ്റി, തുടർന്ന് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ നക്ഷത്രത്തിൻ്റെ വഴിയിൽ പോകാതെ യെരുശലേമിലെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അവിടെയുള്ളവരോട് അവർ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കേട്ടപ്പോൾ ഹെരോദാവ് ഭ്രമിച്ചുപോയി എന്ന് വചനം പറയുന്നു. അവർക്ക് വഴിതെറ്റിയതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് അവർ മാറി ചിന്തിച്ചത് കൊണ്ടാണ്. ദൈവം നമുക്ക് വചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയ സത്യങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടെ നാം ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാം ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, നീ ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി സഞ്ചരിക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ കൂടെ നമ്മുടെ ബുദ്ധി കൂടി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വഴിതെറ്റിപ്പോകാനായിട്ടിടയായിത്തീരും. നാലാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നാം വഴിതെറ്റുന്ന സമയത്ത് നമുക്ക് ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ വിദ്വാൻമാർ വഴിതെറ്റി യെരുശലേമിലാണ് വന്നത്. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നു. അവർ ഹെരോദാവിനോട് അന്വേഷിച്ചപ്പോൾ ഹെരോദാവിനൊരു കാര്യം മനസ്സിലായി, അത് യഹൂദന്മാർ കാത്തിരിക്കുന്ന അവരുടെ മശിഹായുടെ ജനനമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ മശിഹ എവിടെയാണ് ജനിക്കുന്നതെന്ന് പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ചോദിച്ചു. ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം
ശരിക്ക് പഠിച്ച വ്യക്തികളായിരുന്നു ഈ പുരോഹിതന്മാരും ശാസ്ത്രിമാരും. അവരോട് അന്വേഷിച്ചപ്പോൾ അവർ മീഖയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: യഹൂദിയയിലെ ബേത്ലഹേമേ, നീയോ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. തൻ്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. ഇവിടെ മശിഹായുടെ ജനനം അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പ്രവാചകൻ ഇസ്രയേൽ ജനതയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവരുടെ രക്ഷകൻ, അവരുടെ നിത്യരാജാവ് ബേത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വഴിതെറ്റി യെരുശലേമിൽ വന്ന ഈ വിദ്വാൻമാർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുത്തത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്ന സമയത്ത് നമുക്ക് ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്ന് നാം ഓർക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 119-ന്റെ 105-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വഴിതെറ്റി എന്ന് തോന്നുന്ന സമയത്ത് നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള വഴി നമുക്ക് കാണിച്ചു തരും. യേശുവിനെ നാം പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ആ യേശുവിനെ കുറിച്ച് നാം ശരിയായി മനസ്സിലാക്കണം. ഈ വിദ്വാൻമാർ യേശുവിനെ കാണുവാനായിട്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് യാത്ര തിരിച്ച് ബേത്ലഹേമിലെത്തി. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തില് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവർ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഇവിടെ നാം കാണുന്നത് ഈ വിദ്വാൻമാർ യേശുവിനെ കണ്ടതിന് ശേഷം 3 സമ്മാനങ്ങൾ യേശുവിന് കാഴ്ചവെക്കുകയാണ്. അത് പൊന്നും മൂരും കുന്തിരിക്കും എന്നിവയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ 3 സമ്മാനങ്ങളും അവർ തിരഞ്ഞെടുത്തതിന് ഒരുപക്ഷെ ഒരു കാരണമുണ്ട്. യേശു ആരാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാകാം ഈ തരത്തിലുള്ള 3 സമ്മാനങ്ങൾ യേശുവിന് കൊടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞത്. ഈ 3 കാര്യങ്ങൾ എന്തിനെയാണ് കാണിക്കുന്നത്? ഇവിടെ മൂര് എന്ന് പറയുന്നത് യേശു ഒരു പ്രവാചകനാണെന്ന് കാണിക്കുന്നു. രണ്ടാമതായിട്ട് കുന്തിരിക്കം എന്നുള്ളത് യേശു ഒരു പുരോഹിതനാണെന്ന് കാണിക്കുന്നു. മൂന്നാമതായിട്ട് പൊന്ന് യേശുവിൻ്റെ രാജത്വത്തെ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് മൂര് എന്നുള്ളത് കാണിക്കുന്നത് യേശു ഒരു പ്രവാചകനാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെയും അഭിഷേകം ചെയ്തതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന അഭിഷേക തൈലത്തിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് ഈ മൂര് എന്നുള്ളത്. അപ്പോൾ അത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, യേശു ഒരു പ്രവാചകനാണ്. പ്രവാചകന്റെ ശുശ്രൂഷ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമൊക്കെയും യേശു താൻ പരസ്യ ശുശ്രൂഷ വേലയിൽ ജനങ്ങളോട് അറിയിക്കുകയുണ്ടായി. അതാണ് നാം സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുന്നത്. മാത്രമല്ല, മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യത്തിൽ യേശു നസറത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ നസറത്തുകാർ അംഗീകരിക്കാതെ വന്നപ്പോൾ യേശു പറഞ്ഞ ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യം: ഒരു പ്രവാചകൻ തൻ്റെ പൃഥുഭവനത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശുവിനെ കുറിച്ച് യേശു തന്നെ പറയുന്ന ഒരു പദം താൻ ഒരു പ്രവാചകൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നത്, യേശുവിനെക്കുറിച്ച് പല ഉദ്ദേശങ്ങളും ദൈവത്തിനുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനുഷ്യരോട് അറിയിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. മാത്രമല്ല, ഈ മൂര് എന്നുള്ളത് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പല രോഗങ്ങൾക്കും അവർ അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു എണ്ണയായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് വിളിച്ചറിയിക്കുന്ന മറ്റൊരു സത്യം യേശു ക്രിസ്തു നമ്മുടെ സൗഖ്യദായകൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂര് യേശുവിനെ സമർപ്പിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് യേശു ഒരു പ്രവാചകനും
മനുഷ്യർക്ക് മാനസികവും ആത്മീയവും ശാരീരികവുമായിട്ടുള്ള സൗഖ്യം കൊടുക്കുന്ന വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കി. രണ്ടാമതായിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്ന കുന്തിരിക്കം എന്നുള്ളത് യേശു പുരോഹിതനാണെന്ന് കാണിക്കുന്നു. അക്കാലത്ത് പുരോഹിതന്മാർ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് ഈ കുന്തിരിക്കം എന്നുള്ളത്. അപ്പോൾ യേശു ഒരു പുരോഹിതൻ കൂടിയാണെന്ന് അവർ മനസ്സിലാക്കി. പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ്യക്തി ആണെന്നാണ്. നമുക്കറിയാം, വിശുദ്ധനായ ദൈവത്തെയും പാപികളായ മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിച്ചത് യേശുവാണ്. യേശുവിലെ ക്രൂശിലെ മരണത്തോടുകൂടിയാണ് പാപികളായ മനുഷ്യർക്ക് ദൈവത്തോട് അടുക്കുവാനായിട്ടുള്ള ഒരു വഴി തുറന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ യേശു ഒരു പുരോഹിതനാണ്, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുരോഹിതനാണ്. മാത്രമല്ല, ഒരു പുരോഹിതൻ എപ്പോഴും മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഇന്നും മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മധ്യസ്ഥനായിട്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു മഹാപുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യുന്ന യേശുവിനെയാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യേശു ഒരു പുരോഹിതൻ കൂടിയാണെന്ന് അവർ മനസ്സിലാക്കി. പൊന്ന് എന്നുള്ളത് യേശു രാജാവാണെന്ന സത്യം വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. യേശുവിൻ്റെ ജനന സമയത്തും യേശുവിൻ്റെ മരണസമയത്തും ലോകത്തോട് വിളിച്ചറിയിച്ച ഒരു സത്യമുണ്ടത്, സത്യം യേശു ഈ ലോകത്തിൻ്റെ രാജാവാകുന്നു എന്നാണ്. യേശുവിൻ്റെ ജനന സമയത്ത് ഈ വിദ്വാൻമാർ യേശുവിനെ തേടി യെരുശലേമിൽ എത്തിയപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല, യേശുവിൻ്റെ ജനനത്തിന് മുമ്പായിട്ട് ദൂതൻ മറിയോട് സംസാരിക്കുമ്പോൾ ദാവീദിൻ്റെ സിംഹാസനം ദൈവം യേശുവിന് നൽകും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ക്രൂസിൻ്റെ മുകളിൽ എഴുതി വെച്ചു, യേശു യഹൂദന്മാരുടെ രാജാവെന്ന്. യേശുവിനെ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന സമയത്ത് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, നീ രാജാവാകുന്നു എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞു, അതെ, ഞാൻ രാജാവാകുന്നു എന്ന് യേശു പറയുണ്ടായി. അപ്പോൾ യേശു യഹൂദന്മാരുടെ രാജാവല്ല, ലോകത്തിൻ്റെ തന്നെ രാജാവാണെന്നുള്ള ഒരു സത്യം ഈ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ മനസ്സിലാക്കി. അതിൻ്റെ പ്രതീകമായിട്ടാണ് അവർ യേശുവിന് പൊന്ന് സമർപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു ഈ ലോകത്തിലേക്ക് വന്നത് രക്ഷകനായിട്ടാണെങ്കിൽ ഇനിയും കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒരു രാജാവായിട്ടായിരിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. തീർച്ചയായിട്ടും യേശു ഈ ഭൂമിയിലേക്ക് വീണ്ടും വന്ന് ഈ ലോകത്തിന് തന്നെ രാജാവാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നത്. ആറാമതായിട്ട്, യേശുവിനെ മനസ്സിലാക്കിയവർ തീർച്ചയായിട്ടും യേശുവിനെ ആരാധിക്കണം. ഇവിടെ യേശുവിനെ കാണുവാനായിട്ട് ബേത്ലഹേമിൽ വന്ന വിദ്വാൻമാർ യേശുവിന് പൊന്ന്, മൂര്, കുന്തിരിക്കം സമർപ്പിച്ചതിന് ശേഷം യേശുവിനെ വണങ്ങി എന്ന് അവിടെ പറയുന്നു, യേശുവിനെ ആരാധിച്ചു എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ യേശുവിനെ അവർ ദൈവമായിട്ട് കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, യേശുവിനെ ആരാധിച്ചു. യേശുവിനെ ആരാധിക്കാനായിട്ടുള്ള കാരണം യേശു ആരെന്ന് അവർ പൂർണ്ണമായും മനസ്സിലാക്കിയതുകൊണ്ടാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കർത്താവായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ കർത്തൃത്വത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് ആരാധന. യേശുവിനെ അറിഞ്ഞിട്ടുള്ളവർ യേശുവിനായി തങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ജീവിത സമർപ്പണമാണ് ആരാധന. അതുപോലെ തന്നെ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ അനുസരണം എന്നുള്ളത്. അപ്പോൾ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. ആ സമർപ്പണമാണ് യഥാർത്ഥത്തിലുള്ള ആരാധനയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശുവിനെ അറിഞ്ഞിട്ടുള്ളവർ തീർച്ചയായിട്ടും ആ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ഏഴാമതായിട്ട് യേശുവിനെ ആരാധിച്ച, യേശുവിനെ വണങ്ങിയ ഈ വിദ്വാൻമാർ വേറെ വഴിയായിട്ട് അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് യേശുവിനെ അറിഞ്ഞവർ ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇതുവരെ അവർ സഞ്ചരിച്ച രീതിയിലായിരിക്കരുത്, ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കുവാനായിട്ടാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഇതുവരെ സംസാരിച്ചതുപോലെയല്ല, തികച്ചും വ്യത്യസ്തമായി ദൈവഹിതപ്രകാരം തന്നെ ജീവിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് ഇടയായിത്തീരണം. അതാണ് ഈ യേശുവിനെ കണ്ടിട്ട് മടങ്ങിപ്പോയ വിദ്വാൻമാരുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവർ വേറെ വഴിയായിട്ട് അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഹെരോദാവ് പറഞ്ഞ വഴിയിലൂടെയല്ല, അവർ വേറെ വഴിയായിട്ട് ദൈവം അവരോട് പറഞ്ഞ രീതിയിലാണ് അവർ തുറന്ന് യാത്ര ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി ആകുന്നു എന്ന്. അപ്പോൾ പുതിയ സൃഷ്ടിയായി ജനിച്ചവർ അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീർന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും ആ ദൈവഹിതത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം മുന്നോട്ട് പോകുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും ശക്തിയും നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പോൾ ദൈവവചനത്തിനനുസരിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ, ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാകുന്നു ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ദൈവത്തെ അറിഞ്ഞ ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു.